നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ച പരാതികളുടെ എണ്ണം 1 ലക്ഷം പിന്നിടുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയിട്ടുള്ള സി വിജിൽ മൊബൈൽ ആപ്പ് വഴി ലഭിച്ച പരാതികളുടെ എണ്ണമാണ് ഇപ്പോൾ പുറത്തുവിട്ടത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച മാർച്ച് 16 മുതൽ ഏപ്രിൽ 7 വരെ 1,07,202 പരാതികൾ ലഭിച്ചുവെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറയുന്നു. ഇവയിൽ അന്വേഷണത്തിന് ശരിയെന്ന് കണ്ടെത്തിയ 1,05,356 പരാതികൾ നടപടിയെടുത്തതായും 183 പരാതികൾ നടപടി പുരോഗമിക്കുന്നതായും അദ്ദേഹം പറയുന്നു. പരാതികൾ വസ്തുതയില്ലെന്ന് കണ്ട് 1,663 പരാതികൾ തള്ളി. പരാതികൾ വസ്തുതയില്ലെന്ന് കണ്ട് 1,663 പരാതി തള്ളുകയും ചില പോസ്റ്ററുകൾ, ബാനറുകൾ, ബോർഡുകൾ, ചുവരെഴുത്തുകൾ, നിർബന്ധിതമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ അടക്കം വസ്തുവകകൾ വികൃതമാക്കൽ, അനധികൃതമായിട്ടുള്ള പണം കൈമാറ്റം, അനുമതിയില്ലാതെ വാഹനം ഉപയോഗിക്കൽ, മദ്യവിതരണം, സമ്മാനങ്ങൾ നൽകൽ, ആയുധം പ്രദർശിപ്പിക്കൽ എന്നുവേണ്ട വിദ്വേഷ പ്രസംഗങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട പരാതികളാണ് സി വിജിൽ മുഖേന കൂടുതലുമായി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നതാണ്. അതായത് അനുമതിയില്ലാത്ത പോസ്റ്ററുകളും ബാനറുകളും സംബന്ധിച്ച് 93,440 പരാതികൾ ലഭിച്ചപ്പോൾ വസ്തുവകകൾ വികൃതമാക്കിയത് സംബന്ധിച്ച് 5,908 പരാതികളുണ്ടാകും. നിർബന്ധിത വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പോസ്റ്ററുകൾ സംബന്ധിച്ച 2,150 പരാതികളും അനുമതിയില്ലാതെ വാഹനം ഉപയോഗിച്ചതിനെക്കുറിച്ച് 177 പരാതികൾ ലഭിക്കുന്നു. പണവിതരണം, മദ്യവിതരണം, സമ്മാനങ്ങൾ നൽകൽ, ആയുധ പ്രദർശനം, വിദ്വേഷ പ്രസംഗം, സമയപരിധി കഴിഞ്ഞ് സ്പീക്കർ ഉപയോഗിക്കൽ തുടങ്ങിയവ സംബന്ധിച്ചുള്ള പരാതികൾ അടക്കം ഈ സി വിജിൽ വഴി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പെരുമാറ്റച്ചട്ടലംഘനം സംബന്ധിച്ചുള്ള ഏതുതരം പരാതികളും അപ്പോൾ തന്നെ ഈ സി വിജിൽ സിറ്റിസൺസ് വിജിൽ ആപ്ലിക്കേഷനിലൂടെ അയക്കാമെന്ന് തന്നെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഓഫീസർ ഇപ്പോഴും അറിയിക്കുന്നത്. അതായത് അപ്പോൾ ലഭിക്കുന്ന പരാതികളിന്മേൽ ഉടനടി നടപടിയെടുക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ചട്ടലംഘനങ്ങളുടെ ഫോട്ടോ, 2 മിനിറ്റിൽ കൂടാത്ത വീഡിയോ എന്നിവ സഹിതം ചെറുകുറിപ്പോട് നൽകുന്ന പരാതികൾക്ക് 10 മിനിറ്റിനുള്ളിൽ നടപടി ഉണ്ടാകുന്നു. ആയുധങ്ങൾ കൊണ്ടു നടക്കൽ, ഭീഷണിപ്പെടുത്തൽ, സമ്മാനങ്ങൾ വിതരണം ചെയ്തൽ, മദ്യവിതരണം, പണവിതരണം, പെയ്ഡ് ന്യൂസ്, ഡിക്ലറേഷൻ ഇല്ലാത്ത പോസ്റ്ററുകൾ അടക്കം. ഇനി അനുമതിയില്ലാത്ത പോസ്റ്ററും ബാനറും പതിക്കൽ, വസ്തുവകകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നശിപ്പിക്കൽ ഉണ്ടാകൽ, വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടാക്കുക, സന്ദേശങ്ങൾ കൈമാറുക, റാലികൾക്ക് പൊതുജനങ്ങളെ കൊണ്ടുപോവുക, വോട്ടെടുപ്പ് ദിവസം ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ കൊണ്ടുപോകൽ, അനുവദിക്കപ്പെട്ട സമയപരിധി കഴിഞ്ഞ് സ്പീക്കർ ഉപയോഗിക്കൽ, അനുമതി കൂടാതെയുള്ള വാഹന ഉപയോഗം, ഇവയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ സി വിജിൽ ആപ്പ് വഴി നിങ്ങൾക്ക് പരാതിപ്പെടാമെന്നുള്ളതാണ് ഓർമ്മിക്കുക. സി വിജിൽ വഴി അയക്കുന്ന പരാതികൾ എന്ന് പറയപ്പെടുന്ന ജില്ലാ കളക്ടറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല കൺട്രോൾ റൂമിലെത്തുന്നു. അവിടെ പരാതികൾ ലഭിച്ച പ്രദേശങ്ങളിൽ ആ സമയത്തുള്ള നിരീക്ഷണ സ്ക്വാഡുകൾക്ക് ഉടൻ വിവരം കൈമാറുന്നു. പരാതിയെക്കുറിച്ച് അന്വേഷണം നടത്തി 30 മിനിറ്റുകൾക്കകം ഫീൽഡ് സ്ക്വാഡ് വിവരം ജില്ലാതല കേന്ദ്രത്തിന് കൈമാറുന്നു. ഇതനുസരിച്ചിട്ട് ജില്ലാതലത്തിൽ നടപടിയെടുക്കേണ്ട വിഷയങ്ങളിൽ ഉടൻ തന്നെ നടപടിയെടുക്കുന്നു. അല്ലാത്ത വിഷയങ്ങൾ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസിന് കൈമാറുന്ന രീതി ഉണ്ടാകുന്നു. സ്വീകരിച്ച നടപടി ഉടൻ തന്നെ പരാതിക്കാരനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഓരോ പരാതിയുടെയും നിലവിലെ സ്ഥിതി സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാക്കുന്നതിനുള്ള ആ സംവിധാനം വരെ നിലവിലുണ്ട് എന്നുള്ളതാണ്. ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ച് നടക്കുന്ന ചട്ടലംഘനം നടന്ന സ്ഥലം അത് നമുക്ക് കണ്ടെത്താനാകും. പരാതി അപ്ലൈ ചെയ്ത് കഴിയുന്നതോടുകൂടി യൂണിക് ID ലഭിക്കുന്നു. ഇതിലൂടെ പരാതിയുടെ ഫോളോ അപ്പ് എന്ന് പറയപ്പെടുന്ന മൊബൈൽ തന്നെ ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നു. പരാതിക്കാരൻ്റെ പേര്, വിവരങ്ങൾ അടക്കം വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ചട്ടലംഘനം നടന്ന സ്ഥലത്ത് നേരിട്ട് പോയി എടുത്ത ചിത്രങ്ങൾ മാത്രമായിരിക്കും ആപ്പ് വഴി അയക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർ എടുത്തു കൈമാറിയ ചിത്രങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ലഭിക്കുന്ന ചിത്രങ്ങൾ അത് അയക്കാൻ സാധിക്കില്ല. അതിനാൽ വ്യാജ പരാതികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒപ്പം തന്നെ ചട്ടലംഘനം എന്ന പേരിൽ വാട്സപ്പിലൂടെയും മറ്റും കൈമാറി കിട്ടിയിട്ടുള്ള ചിത്രങ്ങൾ നിജസ്ഥിതി അറിയാതെ ആപ്പ് വഴി അയക്കുന്നത് തടയുവാൻ സ്വന്തം ഫോൺ ക്യാമറ വഴി എടുത്ത ചിത്രങ്ങൾക്ക് മാത്രമായിരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇത്രയും പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ചട്ടലംഘനങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ കൃത്യമായി അറിയിക്കുക. ആ അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികളുണ്ടാകും. അതുകൊണ്ട് സുതാര്യമായൊരു ജനാധിപത്യ പ്രക്രിയ ഇവിടെ നടക്കേണ്ടതുണ്ട്. അത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിൽ സുതാര്യമായൊരു തിരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കട്ടെ. ജനാധിപത്യപരമായി ജനങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാൻ കഴിയട്ടെ.